എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആശങ്കകൾക്ക് ഇടയിലും ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവിൽ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് പിന്നീട് ഈ വൈറസ് സ്ഥിരീകരണത്തിൻ്റെ ഭാഗമായി പെട്ടെന്ന് താഴത്തേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതായത് ഒരുപാട് ആശങ്കകൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ Q3 റിസൾട്ട്സിൻ്റെ കാലമാണ്. അത് വളരെയധികം ഗൗരവത്തോടു കൂടിയാണ്. നമ്മുടെ ഇന്ത്യയുടെ GDP കണക്കുകളൊക്കെ നെഗറ്റീവാണല്ലോ. അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യാപാര നയങ്ങളെക്കുറിച്ചും ഒരു ആദി നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇതൊക്കെ ഇൻവെസ്റ്റേഴ്സിന് ഒരു ആശയക്കുഴപ്പമുണ്ടായി. ഈ ആശയക്കുഴപ്പത്തിനിടയിലും ഒരു ചെറിയ പോസിറ്റീവിൽ ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ബാംഗ്ലൂരുവിൽ ഒരു HMP, അതായത് ചൈനയിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന HMP വൈറസ് സ്ഥിരീകരിച്ച് എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്നതും നിക്ഷേപകർ പാനിക്കായി ഒരു നെഗറ്റീവ് മോഡിലേക്ക് വന്നതും. സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് 1.5% ലോസായിരിക്കുന്നത്. നിഫ്റ്റി 1.6, അതേപോലെ തന്നെ സെൻസെക്സ് 1.59. അതേസമയം വിശാല വിപണിയിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ്, അതേപോലെ മിഡ് ക്യാപ്പ്, ഇതൊക്കെ 3% അടുത്താണ് ലോസായിരിക്കുന്നത്. PSU ബാങ്ക്, മെറ്റൽ, എനർജി, റിയാലിറ്റി, മീഡിയ, ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ 2.5% ഇന്ന് ഇടിഞ്ഞത്. മറ്റൊരു പ്രധാന കാരണം FIs ഇപ്പോഴും സെൽ മോഡിലാണ് എന്നുള്ളതാണ്. ഈ ഒരു 3 ദിവസത്തിനകം അവർ പിൻവലിച്ചിരിക്കുന്നത് 4285 കോടിയാണെന്നാണ്. ഡിസംബർ മാസത്തിൽ മാത്രം 15446 കോടി രൂപയാണ് FIs പിൻവലിച്ചിരിക്കുന്നത്. അതോടൊപ്പം അമേരിക്കയിലെ 10 വർഷ ബോണ്ടുകളിൽ നിന്നുള്ള വരുമാനം 4.5% മുകളിലുമാണ്. അമേരിക്കൻ ഫെഡറൽ റിസർവ് ഈ വർഷം 2 തവണ മാത്രമേ പലിശ കുറയ്ക്കൂ എന്ന് സൂചിപ്പിച്ചതും FIsൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ട്രോങ് സെല്ലിങ്ങിന് വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ത്യൻ മാർക്കറ്റ് അത്യാവശ്യം താഴത്തേക്ക് വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകളിൽ ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇതൊരു സപ്പോർട്ട്, ഇതിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്നാണ് ചെറുതായിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. നോക്കൂ, സ്ലൈറ്റ്ലി ക്ലോസ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ്, അതായത് റീറ്റേസ്മെൻറ്റ് എടുത്തിട്ടാണ് ഉള്ളത്. ഇനി ഇതിനും താഴെ വരികയാണെങ്കിൽ പിന്നെ ഒരു ചെറിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനും താഴെ വീണാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് വീണ്ടും ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ട്. പിന്നീട് അവിടെ നിന്നും താഴെ വീഴുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ എത്തിയിട്ടാണ് നിഫ്റ്റിക്ക് നിൽക്കാനുള്ള 22,000-22,500 22,500 ഇടയിൽ എത്താനുള്ള സാധ്യതയാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ. ഈ ഒരു സിറ്റുവേഷനിൽ ഈ തരത്തിൽ ട്രേഡിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കുകളിലൊന്നും കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ക്ലയൻറ്റ്സ് നടത്തിയിട്ടില്ല. അവർക്ക് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ്, സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം നമുക്ക് താഴത്തോട്ട് പോയാലും മേൽപോട്ട് പോയാലും ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളില്ല. നമ്മൾ പ്രൈസ് ആക്ഷൻ്റെ ബേസിൽ പരമാവധി പ്രോഫിറ്റുകൾ 4-5 ട്രേഡ് എടുത്ത് ഓരോ ദിവസവും അവരവരുടെ ടാർഗറ്റ് പൂർത്തിയാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളോടൊപ്പം ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ലെവലുകൾ ഒന്ന് പരിശോധിക്കുക. നിഫ്റ്റിയിൽ 23,920 താഴെയാണ് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്യാൻഡലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഏകദേശം ഇതുവരെ വന്നിട്ടുണ്ട്. ഇതുവരെ വരുന്നതിന് മുൻപ് ഈ ഒരു 270 പോയിൻ്റ് ഡൗൺ സൈഡ് വന്നതിന് ശേഷം ഒരു റീടെസ്റ്റ് നടത്തി ഇവിടെ എത്തിയപ്പോൾ ആരെങ്കിലും പാനിക്കായിട്ട് സെൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റായിരിക്കും ഇന്ന്. ഇല്ല, ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ 100 പോയിൻ്റോളം ലഭിച്ചിട്ടുണ്ടാവും. ഇല്ല, വീണ്ടും ഹോൾഡ് ചെയ്തവർക്ക് 300 പോയിൻറ്റിനടുത്ത് പ്രോഫിറ്റ് നിഫ്റ്റിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്.
അതേസമയം ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് നല്ല പ്രോഫിറ്റാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് 2 എൻട്രിയാണ് ഇവിടെ. 50,715 താഴെ 15 മിനിറ്റ്സ് ക്യാൻഡിലും 1 അവർ ക്യാൻഡിൽ 50,490 താഴെയുമാണ് എൻട്രി പറഞ്ഞത്. ഇപ്പോൾ 15 മിനിറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 50,715 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇവിടെ നിന്നാണ്, റീടെസ്റ്റ് ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി ലഭിച്ച സ്ഥിതിക്ക് ഇതുവരെ ഹോൾഡ് ചെയ്തവർക്ക് 800 പോയിൻറ്റോളം നല്ല പ്രോഫിറ്റ്. അതുവരെ ഒന്നും ഹോൾഡ് ചെയ്യാനുള്ള ത്രാണിയോ അല്ലെങ്കിൽ ധൈര്യമോ നമ്മുടെ ട്രേഡർമാർക്ക് ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കട്ടെ. എന്നാലും ചില ആളുകളൊക്കെ ഉണ്ട്, അത്തരക്കാർക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും. അല്ല, ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർക്കും ഇന്ന് നല്ല പ്രോഫിറ്റ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും. തേർഡ് നമ്മൾ സെൻസെക്സിലും അതേപോലെ ഇതിന് താഴെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 79,080 താഴെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ പറഞ്ഞു. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നാണ് എൻട്രി, ഇവിടെ നിന്ന് എൻട്രി എടുത്തു. ഇതൊരു ഫസ്റ്റ് നമ്മൾ 78,370 ഒരു സപ്പോർട്ട്, അതായത് അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 1 അവറിൽ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ പിടിക്കാം. 1000 പോയിൻറ്റോളം റാലി ഇതിലും നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് 3 ഇൻഡെക്സിലും എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റാണ്. ഇല്ല, ഏതെങ്കിലും ഒരു ഇൻഡെക്സിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്തെങ്കിൽ അത് പ്രോഫിറ്റാണ്. അപ്പോൾ നമുക്ക് ഈ മാസം, അതായത് ജനുവരി 4-ാം തീയതിയാണ് നമ്മൾ ഈ മാസത്തിൽ ഫസ്റ്റ് ട്രേഡിംഗ് നടത്തിയത്. അപ്പോൾ ജനുവരി 4 നമുക്ക് പ്രോഫിറ്റാണ്. പിന്നീട് ശനി ഞായർ ഒഴിവായിരുന്നല്ലോ, അപ്പോൾ ജനുവരി 6 ഇന്നും നമുക്ക് പ്രോഫിറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് നാളെ ഏതെല്ലാം ലെവലുകളായിരിക്കും ആക്ട് ചെയ്യുക, നാളെ താഴെ പോകുമോ, നാളെ ഡൗൺ സൈഡ് ആയിരിക്കുമോ, ഇല്ല അപ്പ് സൈഡ് ആയിരിക്കുമോ എന്നുള്ളതാണ്. വൈറസ് വീണ്ടും വ്യാപിക്കുകയാണെങ്കിൽ ഈ ഒരു ഹ്യൂജ് ഫാൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു സപ്പോർട്ട് സോൺ നാളെ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴത്തേക്ക് തന്നെ പോകും. 77,780 സപ്പോർട്ട് എടുത്ത് പോയിരിക്കുന്നത്. നാളെ 77,560 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോകും. നമുക്ക് 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് താഴത്തേക്ക് എൻട്രി എടുക്കാം. നെക്സ്റ്റ് നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഇതാണ് 76,950 താഴെ. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇത് തന്നെ 1 അവറിലും നിങ്ങൾക്ക് എൻട്രി പോസിബിളാണ്. എല്ലാ അപ്പ് സൈഡിലേക്ക് നാളെ റിട്ടേൺ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും എൻട്രി എടുക്കാൻ കഴിയും. ഇല്ല, ഇനി നാളെ ഈ ഒരു സപ്പോർട്ട് വീണ്ടും എടുത്ത്, അതായത് ചെറിയൊരു നാളെ ഗ്യാപ്പ് ഡൗൺ തന്നെ ആയിരിക്കും, അതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ പാനിക്കിലാണുള്ളത്, റീറ്റെയിലേഴ്സും പാനിക്കിലാണുള്ളത്. ഇപ്പോൾ എന്താകുമെന്നുള്ളൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടല്ലോ. കാരണം കൊറോണ നമ്മയൊക്കെ വളരെ തളർത്തിയത് കൊണ്ട് മാർക്കറ്റ് വളരെ ശ്രദ്ധാപൂർവമായിരിക്കും നീങ്ങുക. അതുകൊണ്ട് തന്നെ ബൈ സൈഡ് പോകാൻ എല്ലാവരും മടിക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് താഴത്തേക്ക് വരാനാണ് കൂടുതൽ ചാൻസ്. അങ്ങനെ താഴെ വരുന്നില്ല, തിരിച്ച് മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നിന്നാണുള്ളത്. 78,300 മുകളിൽ 78,300 മുകളിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാം. അതേസമയം ഇനിയും ഹ്യൂജ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത്രത്തോളം പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് 1 അവർ ടൈം ഫ്രെയിമിലും ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണാണ് 78,870 എന്നുള്ളൊരു റെസിസ്റ്റൻസ് സോണാണ്. ആ സോണ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നാളെ നിങ്ങൾ ഏത് നിലയ്ക്ക് എൻട്രി എടുക്കുകയാണെങ്കിലും ആ ക്യാൻഡിൽ 15 മിനിറ്റ്സിലാണോ നിങ്ങൾ നോക്കുന്നത്, ഇല്ല 1 അവർ ടൈം ഫ്രെയിമിലാണോ നോക്കുന്നത്, ആ ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ എൻട്രി എടുത്ത് പോകാവൂ. ഇന്ന് തുടക്കത്തിൽ തന്നെ നിഫ്റ്റിയും സെൻസെക്സും മിഡ് ക്യാപ് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ഒക്കെ മുകളിലേക്കാണ് പോയിരുന്നത്, പോസിറ്റീവായിരുന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ് നിഫ്റ്റിയും ഡൗൺ സൈഡിലേക്കുമാണ്. വിരോധാഭാസമായിട്ടായിരുന്നു ഇന്ന് ട്രേഡിംഗ് തുടക്കത്തിൽ തന്നെ നടന്നത്. അപ്പോൾ തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രോഫിറ്റിലാണ്. നമുക്ക്
ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഈ ഒരു ഏരിയയ്ക്ക് താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. അതേസമയം ഒരു ബിഗ് ഗ്യാപ്പ് ഡൗൺ ആണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് അപ്പോൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ടെക്നിക്കൽ വെച്ച് 49,750 താഴെ എൻട്രി എടുക്കാവുന്നതാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്ക് 50,230 മുകളിലും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത് പോകാം. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സപ്പോർട്ട് സോണിന് താഴെ വന്ന് നെക്സ്റ്റ് ഇതിന് താഴെ നമുക്ക് 49,530 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് പിന്നീട് നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയാനുള്ളത് വളരെ താഴെയാണ്. നാളെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് നടത്തുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് നമുക്ക് ഇതാണ് ആക്ട് ചെയ്യുക. 48,700 നല്ല ഡിഫറൻ്റ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ 50,230 മുകളിലേക്കും 49,750 താഴേക്കും 15 മിനിറ്റ്സിലും 49,530 താഴെ 1 അവർ ടൈം ഫ്രെയിമിലും എടുത്തു പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്ത് കറക്റ്റായ സമയത്ത് എൻട്രി എടുക്കാൻ ശ്രമിക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിഫ്റ്റി 75 ക്വാണ്ടിറ്റിയാണ് ഒരു ലോട്ട്. പരമാവധി ലോട്ട് സൈസ് കുറച്ച് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു 10 പോയിൻ്റൊക്കെ താഴത്തോട്ടോ മേൽപോട്ടോ പോയി കഴിഞ്ഞാൽ 750 രൂപയോളം ഡിഫറൻറ്റ് വരും. പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യേണ്ട സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണി സെബിയുടെ നിർദ്ദേശപ്രകാരം പോയിക്കൊണ്ടിരിക്കുന്നത്. ലോട്ട് സൈസുകളെല്ലാം ബാങ്ക് നിഫ്റ്റിയിലും മറ്റെല്ലാ ഇൻഡെക്സിലും ഇനി ഇൻക്രീസ് ആവാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതൊരു കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ നമുക്കതൊരു ശീലമായി മാറും. ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും കൺസിസ്റ്റൻ്റായി നമ്മൾ ഡെയിലി സേവ് ചെയ്യാൻ ശ്രമിക്കുക. നാളെ 77,560 താഴെ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. സെൻസെക്സിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്ക് 78,425 മുകളിലും എൻട്രി എടുത്ത് പോകാം. അതുതന്നെ നമുക്ക് 1 അവറിലേക്ക് മാറ്റുമ്പോൾ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാൻ കഴിയും. 76,930 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ സെൻസെക്സിൽ ഡൗൺ സൈഡിലേക്കും അപ്പ് സൈഡിലേക്ക് ഈ ഒരു സിംഗിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. 78,900 ആ ഒരു റേഞ്ചിൽ നിന്ന് മുകളിലേക്കും 1 അവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത് പോകാം. കറക്റ്റായി സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 50, 80, 100 എന്നീ ലെവലുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കറക്റ്റായ സമയത്ത് എൻട്രി എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പരമാവധി നമ്മുടെ ടാർഗറ്റ്, അതായത് പ്രോഫിറ്റ് ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ ട്രേഡ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ പ്രോഫിറ്റിലാണെങ്കിൽ, അത് അത്യാവശ്യം മര്യാദ പ്രോഫിറ്റാണെങ്കിൽ അന്ന് പിന്നെ ട്രേഡ് എടുക്കാതിരുന്നാൽ അത്രയും ഗുണം എന്നുള്ള ഒരു കാര്യം ഒരു 10 ദിവസം നിങ്ങൾക്ക് ട്രേഡ് ചെയ്താൽ മനസ്സിലാവും. ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജിയും പരീക്ഷിച്ച് നോക്കാം. ഏതായാലും നാളെയും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.